ഞാൻ എൻ്റെ സ്വമേധയായിട്ട് കേസ് കൊടുത്തതന്നെ. ഇവരാരും ഒരു ഇതും അനക്കവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വമേധയായി കേസ് കൊടുത്തൊക്കെയാണ്. സ്വമേധയായി കേസ് കൊടുത്തു. ഞാൻ കേസ് കൊടുത്തിട്ട് പറഞ്ഞാൽ എനിക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇവർ കാരണം എനിക്ക് ഇത്രയും നാണക്കേടുണ്ടായി. ഞാൻ മദ്യപിക്കാതെ തന്നെ ഇങ്ങനെ പ്രതികളെ കൊണ്ടുപോകും പോലെ ജീപ്പിൻ്റെ ബാക്കിൽ കയറ്റിയാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നീട് അവസാനം പോലീസുകാരൻ അവിടെ പറഞ്ഞ് നീ ബാക്കിൽ കയറണ്ട, നടുക്ക് കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചിട്ടുകൊണ്ടാണ് SI കൊണ്ടുപോയത്. ഈ കേസിൽ എന്തായാലും ഉറച്ചു നിൽക്കാനും കോടതിയെ സമീപിക്കാനും എന്തെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടോ? ഇത് കോടതിയിൽ തന്നെ സമീപിക്കും. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് പറയും പോലെ എന്നെ മുന്നോട്ട് പോകും. അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്തായാലും ജോലിയെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പം നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതും. ഇനി നാളെ അറിയാം ജോലി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ യദുവിനെ സംബന്ധിച്ചിടത്തോളം യദു KSRTCയിലെ ഒരു ജീവനക്കാരനാണ്, ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന MLAയും മേയറും ഭീഷണിപ്പെടുത്തുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ട്. അപ്പോൾ ഉണ്ട്. ഈ സുരക്ഷിതത്വത്തോടെ ജോലി ചെയ്താലും ഇവിടുത്തെ അധികാരികളിൽ നിന്നും ആ തരത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുണ്ടോ? മാനേജ്മെന്റ് ഏതെങ്കിലും തരത്തിൽ CMDയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയോ ആരെങ്കിലും ജീവനക്കാരനല്ലേ, അപ്പോൾ ആ ഒരു ലെവലിൽ അവർ കാണുകയുള്ളൂ. സ്ഥിരമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാഡം കുറച്ചും കൂടെ ബുദ്ധിമുട്ടിയാനെ. നമ്മളാകുമ്പോൾ തട്ടിക്കളിക്കാമല്ലോ, നമുക്ക് ശമ്പളം പോലും കറക്റ്റ് തരാം. അതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. മാഡത്തിന് ഇത്രയും രോക്ഷം കൊള്ളേണ്ട കാര്യമല്ല, ആദ്യം ശമ്പളം തന്നെ സംസാരിക്കാൻ പറ്റുന്നു. അപ്പം മാഡത്തിൻ്റെ പാർട്ടിയെ പറഞ്ഞെന്നുള്ള രീതിയിലും കൂടെ ആയി. അതാണ് മാഡത്തിന് തട്ടിയത്. എനിക്കൊരു പാർട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പാർട്ടിയിൽ അങ്ങനെ ഞാൻ വോട്ടിട്ടപ്പോൾ പോലും ആളെ നോക്കിയേ വോട്ടിടുള്ളൂ. നമ്മളൊരു എന്തായാലും യദു ഇപ്പം മേയർ പരാതി കൊടുത്തിട്ടുണ്ട്, സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള അടക്കം. യദുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് 350A അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ്. ചേഷ്ട കാണിച്ചു എന്ന് അത് ഞാൻ നോക്കി. ഞാൻ യൂട്യൂബ് ഇത് ഗൂഗിളിൽ എടുത്ത് നോക്കി കുറ്റകൃത്യം എന്താണെന്ന് അറിയണ്ടേ. ഞാൻ അതിന് മാത്രം ഒന്നീ എൻ്റെ ബസ്സിൽ യാത്ര ചെയ്തിരിക്കണം മാഡം, അല്ലെ മാഡത്തിന് അങ്ങനെ ചേഷ്ട കാണിക്കണമെങ്കിലോ എൻ്റെ അടുത്ത് ഇരിക്കണം, എൻ്റെ അടുത്ത് പെരുമാറണം. ഇത് പൊതുവഴിയിൽ ഈ പാളയം സാബല്യത്തിൻ്റെ ഫ്രണ്ട് വെച്ച് നല്ല വീഡിയോ വരെ അതിലുണ്ട്. അതിലെന്താണ് ചേഷ്ട കാണിച്ചതെന്നും എന്താണുണ്ട്. കാറിൻ്റെ ബാക്കിൽ നിന്ന് പോകുമ്പോൾ ചേഷ്ട കാണിക്കണമെങ്കിൽ മാഡം ഫ്രണ്ടിൽ ബാക്കിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കിയ. അപ്പോൾ ഞാൻ ചേഷ്ട കാണിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയ. അപ്പോൾ ചേഷ്ട കാണിക്കുന്നത് ഞാൻ അങ്ങനെ ചേഷ്ട കാണിക്കാൻ വേണ്ടിയിട്ട് മാഡം അവിടെ നിന്ന് വല്ലതും കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കണമല്ല. അത് ചുമ്മാ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ നിയമമുണ്ട്, ഒരാണിനെ സപ്പോർട്ട് ചെയ്യാൻ നിയമമില്ല.